ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. വിശാൽ കുറുക്കുബുദ്ധികളൊക്കെ ഉപയോഗിച്ച് യമുനയെ തൻ്റെ വശത്താക്കാൻ നോക്കുകയാണ്. അവൻ പറയുന്ന കാര്യം എന്തെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഒന്നുകിൽ ആ 5 ഏക്കർ സ്ഥലത്തിൻ്റെ പൈസയോ അല്ലെങ്കിൽ ആ സ്ഥലമോ വിട്ടുതരാനുള്ള മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് വിശാൽ യമുനയെ വിശ്വസിപ്പിക്കുകയാണ്. യമുനയാണെച്ചെങ്കിൽ മണ്ടി. വിശാലിൻ്റെ അച്ഛൻ്റെ സ്വഭാവവും വിശാൽ ഒരു അച്ഛൻ മകനാണെന്നൊന്നും ഓർക്കാതെ യമുന അത് കേട്ട പാതി കേൾക്കാത്ത പാതി അത് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ വിശാൽ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്ഥലം വരെ പോകാം, നിൻ്റെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പോൾ നീ എൻ്റെ കൂടെ പോരെ എന്ന് പറയും. അപ്പോൾ അവൾ പറയും, ഞാൻ വരുന്നില്ല, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉള്ളതല്ലേ, ഞാൻ വരുന്നില്ല വിശാൽ എന്ന് പറയും. അപ്പോൾ നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് വിശാൽ അഭിനയം തുടങ്ങും. അപ്പോൾ യമുന പറയുന്ന ശരി ഞാൻ വരാം എന്ന്. അങ്ങനെ വിശാലും അവളും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പോകാൻ ഉദ്ദേശിക്കുന്നത് മാർത്താണ്ഡത്തോട്ടാണ്. അതായത് അവരുടെ നാട്ടിൽ നിന്ന് മാർത്താണ്ഡത്തോട്ട് അത്യാവശ്യം ദൂരമുണ്ട്. ചുരം ഇറങ്ങിയിട്ട് വേണം മാർത്താണ്ഡത്തോ പോകാൻ. അപ്പോൾ വിശാൽ 1-2 ഫ്രണ്ട്സിനെയും ചട്ടം കെട്ടിയിട്ടുണ്ട്. അവരും ഇവരുടെ കാറിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇതൊന്നും യമുന അറിയുന്നില്ല. യമുന വിചാരിച്ചിട്ടുള്ളത് ശരിക്കും സ്ഥലത്തിൻ്റെ ഒന്നുകിൽ സ്ഥലത്തിന് തുല്യമായ പൈസയോ അല്ലെങ്കിൽ സ്ഥലമോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് യമുന വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ ഉദ്ദേശം വേറെ പലതുമാണ്. അങ്ങനെ യമുനയെ അവൻ കാറിൽ കൊണ്ടുപോകണം. ഇതേ സമയം യമുന വീട്ടിലെത്താത്തത് കാണുന്ന ശാരദയ്ക്ക് ആകെ ടെൻഷനാവും. ശാരദ കുറേ വിളിച്ചു നോക്കിയിട്ടും ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെ. അങ്ങനെ ശാരദ എന്ത് ചെയ്യും, ഗംഗയോടും കാവേരിയോടും പറഞ്ഞിട്ട് യമുനയുടെ ഒരു കൂട്ടുകാരി അധീനയുണ്ട്, അധീനയുടെ വീട്ടിലോട്ട് ഇവിടെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ അതിനു മുൻപേ തന്നെ ഗംഗ അധീനയുടെ അമ്മ വിളിച്ചിരുന്നു. അധീനയുടെ അമ്മ ഗംഗയ്ക്ക് സ്ഥിരമായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുന്ന സ്ത്രീയാണ്. അങ്ങനെ അധീനയെ കാണാൻ വേണ്ടി അവർ വീട്ടിലോട്ട് വന്നപ്പോൾ അധീന പറയും, അമ്മ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു, ആരോടും അവളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അവളത് എഴുതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അവൾ ക്ലാസ്സിൽ കട്ട് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി, ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചതെന്ന്. അപ്പോൾ പക്ഷേ ചേച്ചി, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ പറയാം, ഉച്ചയ്ക്ക് ശേഷം വിശാലും ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഗംഗയ്ക്കും കാവേരിക്കും ഒരു സംശയം തോന്നും. വിശാലും ക്ലാസ്സിൽ കയറിയിട്ടില്ല, ഗംഗയെ കാണുന്നില്ല, ഗംഗയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ വിശാൽ ഗംഗയും കൊണ്ട് മാർത്താണ്ഡത്തുള്ള ഒരു വീട്ടിലോട്ടാണ് പോയിട്ടുള്ളത്. ആ വീട് അടഞ്ഞു കിടക്കുന്ന വീടാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ ഇരിക്കുകയാണ്. അങ്ങനെ ഈ പേപ്പറുമായിട്ട്, അതായത് അച്ഛൻ പൈസ കൊടുത്തവർ, ഗംഗയുടെ അച്ഛൻ പൈസ കൊടുത്തതിൻ്റെ തെളിവുമായിട്ട് 1-2 പേര് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് യമുനേനെ അവൻ അവിടെ ഇരുത്തിയിട്ടുള്ളത്. യമുനയാണെങ്കിൽ മണ്ടി അത് മുഴുവൻ വിശ്വസിച്ചിട്ടുണ്ട്. കുറേ വൈകുന്നേരമായപ്പോൾ യമുന പറഞ്ഞു, ഇപ്പം തന്നെ വൈകി വിശാൽ, എന്നെ നീ വീട്ടിൽ കൊണ്ടാക്കുക, എനിക്ക് പേടിയാകുന്നു, ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല, എവിടെന്നെങ്കിലും ഒരു ചാർജർ കിട്ടുമോ ഒന്ന് ഫോൺ ചെയ്യാൻ, എന്നാലും നമ്മൾ വീട്ടിലെത്താൻ ഒത്തിരി ലേറ്റാവും, ഞാനൊന്ന് വിളിച്ച് പറയട്ടെ. അപ്പോൾ വിശാൽ പറയും, നീ എന്തിനാ പേടിക്കുന്നത്, എൻ്റെ ഫോൺ എടുത്ത് വിളിച്ചോ. അപ്പോൾ യമുന പറയും, അയ്യോ വിശാലിൻ്റെ ഫോണിനായിട്ട് ഞാനെങ്ങനെ വിളിക്കുക, അതൊന്നും പറ്റില്ല, എങ്ങനെ എവിടെന്നെങ്കിലും ഒരു ചാർജർ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോവും വിശാൽ, അമ്മയ്ക്കാകെ പേടിക്കും, ഇപ്പം തന്നെ അവരെന്നെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടാവും. അത് പറഞ്ഞതോടുകൂടി വിശാൽ പറഞ്ഞു. അതുപോലെ യമുന വേറൊരു കാര്യം കൂടി പറയും, ഇനി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആരെങ്കിലും വരണമെങ്കിൽ അവർ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പോഴാണ് വിശാലിൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് ഇറക്കുന്നത്. വിശാൽ പറയും, അപ്പോൾ നീ ഇത്രയും നേരം വിചാരിച്ചത് ആരെങ്കിലും വരുമെന്നായിരുന്നു, എടി മണ്ടി, ഞാൻ നിന്നെ കുടുക്കിയതല്ലേ, എൻ്റെ അച്ഛനെ ചതിച്ചിട്ട് ഞാൻ നിൻ്റെ അച്ഛൻ വാങ്ങിയ സ്ഥലം നിൻ്റെ അച്ഛൻ്റെ സ്ഥലം നിനക്ക് തിരിച്ചു തരുമെന്നാണോ വിചാരിച്ചത്, ഞാൻ എന്നും എൻ്റെ അച്ഛൻ്റെ മകനാണ് എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോഴാണ് യമുനയ്ക്ക് ഇവൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാവുന്നത്. അപ്പോൾ യമുന പറയുന്നുണ്ട്, നീ ചതിയനാണ്, നീ എന്നെ ചതിച്ചു, നിന്നെ വിശ്വസിച്ച് ഞാനൊരു മണ്ടിയായിരുന്നു, നമ്മളെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ നമ്മളുടെ സ്നേഹത്തിന് ഒന്ന് കോട്ടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിശ്വസിച്ചത്, എന്നിട്ട് അവസാനം നീ എന്നെ ചതിച്ചല്ലോ വിശാൽ എന്ന് പറഞ്ഞ് അവൾ വിശാലിൻ്റെ കോളറിന് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ വിശാൽ പറയും, നീ ഇവിടെ ഒതുങ്ങിക്കിടക്ക്, ഞാൻ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് അവളെ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് പോവുകയാണ്. ഇതേ സമയം
ഇവളെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയാണ് ശാരദയാണെങ്കിൽ ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. നിളമോളും ഇടയ്ക്ക് ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഗംഗയും കാവേരിയും കൂടി അങ്ങോട്ട് വരുന്നത്. അതിൻ്റെ പിന്നാലെ വിനീതും വരുന്നുണ്ട്. അപ്പോൾ ഗംഗയും കാവേരിയും വിചാരിച്ചിട്ടുള്ളത് ഇവൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്നാണ്. പക്ഷേ വിനീതും കൂടി വന്നപ്പോൾ മനസ്സിലായി അവളെത്തിയിട്ടില്ല. അപ്പോഴത്തേനും ശാരദ, അയ്യോ എൻ്റെ മോളെ കാണാനില്ലല്ലോ, മണി 7:30 എൻ്റെ മോളെയാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശാരദ കരച്ചിലും പിഴിച്ചിലും തുടങ്ങും. അപ്പോൾ വിനീതിൻ്റെ അടുത്ത് ഗംഗ പറയും, വിനീതേട്ട എനിക്കൊരു സംശയമുണ്ട്, വേറെ ഒന്നുമല്ല, വിശാലിനെയും കാണുന്നില്ല. അപ്പോൾ യമുനയെ കാണാതെ അതിൽ വിശാലിന് വല്ല പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ വിനീത് പറയും, എന്നാൽ ശരി വിശാലിനെ വിളിച്ചു നോക്കുകയെന്ന്. അങ്ങനെ വിശാലിൻ്റെ നമ്പറും ഇവരുടെ കയ്യിലുണ്ട്. വിശാലിനെ വിളിച്ചു നോക്കിയപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ 2 ഫോണും ഒരേ സമയത്ത് സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പിന്നെ പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് നേരെ വിശാലിൻ്റെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ വിശാലിൻ്റെ വീട്ടിലോട്ട് അവർ നേരെ പോവാണ്. വാതിൽ തുറക്കുന്നതാണെച്ചെങ്കിൽ വിശാലിൻ്റെ അമ്മയാണ്. അങ്ങനെ അവർ ഇടിച്ച് കയറി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ജയപാലൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഗുണ്ടായസം കാണിക്കുകയാണോ? എന്തിനാ എൻ്റെ വീട്ടിലോട്ട് കയറി വന്നത് എന്നൊക്കെ ചോദിച്ച് ജയപാലൻ അവരെ വഴക്ക് പറയുകയാണ്. അപ്പോൾ കാവേരി പറയും, ഇത് ED റൈഡൊന്നുമല്ലല്ലോ, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ അനിയത്തെ ഇന്ന് വൈകുന്നേരം മുതൽ കാണുന്നില്ല, അതിൽ നിങ്ങളുടെ മകന് പങ്കുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ എടുത്ത വഴിക്ക് ജയപാലൻ പറയും, ഓ നിങ്ങളുടെ അനിയത്തെ കാണാതായതിന് എൻ്റെ മകൻ എന്താ പങ്ക് എന്ന് പറയും. അപ്പോൾ പിന്നെ പങ്കുണ്ടെങ്കിലും എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് കൂട്ടത്തിൽ പറഞ്ഞതോടുകൂടി വിനീതിൻ്റെ കൺട്രോൾ പോവും. വിനീത് പറയും, അങ്കിളെ മര്യാദയ്ക്ക് പറയാൻ പറ്റിച്ചെങ്കിൽ പറയും, ഞങ്ങൾ അവളെ കാണാതെ അന്വേഷിച്ച് നടക്കുകയാണ്, ഞങ്ങളുടെ മാനസികാവസ്ഥ തീരെ ശരിയല്ല, അതുകൊണ്ട് അങ്കിളിനെ വിശാല എവിടെ ഉണ്ടെന്ന് മാത്രം ഒന്ന് അങ്കിൾ പറഞ്ഞതായോ എന്ന് പറയുകയാണ്. അപ്പോഴും ജയപാലൻ ഇതേപോലെ തന്നെ ഓരോ ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറയുമ്പോൾ വിനീതിന് ആകെ ദേഷ്യം വന്ന് വിനീത് ജയപാലൻ്റെ കോളറിന് കയറി പിടിക്കും. അത് കണ്ടപ്പോൾ ജയപാലൻ്റെ ഭാര്യയ്ക്ക് ആകെ പേടിയാവും. അപ്പോൾ പറയും, വിനീത് നീ വീട്, വിശാൽ ഇവിടെ ഇല്ല, വിശാലിൻ്റെ ചേച്ചി രോഹിണിയുടെ അടുത്ത്, അതായത് ബാംഗ്ലൂരിലോട്ട് പോയിരിക്കുകയാണ്, അവൻ നാളെ വരുള്ളൂ, അവനിതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് പറഞ്ഞ് ചെയ്യണം. അങ്ങനെ അവരത് വിശ്വസിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അവർ പോയ ഉടനെ ജയപാലൻ്റെ ഭാര്യ ജയപാലനോട് ചോദിക്കുകയാണ്, അല്ല ജയപാലേട്ടാ, ഇനി ആ പെൺകുട്ടീനെ ശരിക്കും കാണാതായിട്ടുണ്ടാവുമോ? കാണാതായിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ, അത് ആ പെണ്ണല്ലേ, ആ പെണ്ണിന് വല്ല ചുറ്റിക്കളി എന്തെങ്കിലും ഉണ്ടായിരിക്കും, വല്ല ലോഡ്ജിലോ ഹോട്ടലിലോ എന്തെങ്കിലുമൊക്കെ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് പുറത്തുനിന്ന് കാവേരി കേൾക്കുന്നുണ്ട്. അപ്പോൾ കാവേരിക്ക് ദേഷ്യം വന്നിട്ട് കാവേരി വീണ്ടും അകത്ത് കയറാൻ ശ്രമിക്കുമ്പോൾ ജയപാലൻ്റെ ഭാര്യ വീണ്ടും വാതിൽ അടയ്ക്കുന്നുണ്ട്. ജയപാലനും ഭാര്യയും യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നത് വിശാൽ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്.